വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉഴുന്നുവടയാണ്. അതിനായിട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് 4-5 മണിക്കൂർ കുതിർത്തിയെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. കുറേശ്ശായിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് അടിഞ്ഞു കിട്ടും. നല്ല സ്മൂത്തായിട്ട് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുറത്തുനിന്നൊക്കെ വാങ്ങണ ആ പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇതിട്ട് കൊടുക്കുമ്പോൾ വടയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ ഫെർമെൻ്റ് ആക്കാൻ വെക്കാം. ദോശമാവൊക്കെ പുളിക്കാൻ വെക്കില്ലേ, അതുപോലെ. ഇങ്ങനെ ചെയ്യണോണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഉഴുന്നിനൊരു കുത്തലുണ്ടാവുമല്ലോ, അത് ആ വടയ്ക്ക് ഉണ്ടാവില്ല. നല്ലൊരു ഷേപ്പും കിട്ടും. എന്ന് വെച്ചാൽ കുറേ നേരം വെക്കരുത് കേട്ടോ. ഈ 6 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. കൂടുതൽ പൊങ്ങിപ്പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി നമുക്ക് ഷേപ്പ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 4-5 ഉള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല ഫൈൻ പൗഡറാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇനി ചേർക്കാനുള്ളത് ഉപ്പാണ്. അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ചെറിയ ക്വാണ്ടിറ്റി അല്ലേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. തിളച്ച് വരുമ്പോൾ ഇത് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കൈയൊന്ന് നനച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഷേപ്പ് ചെയ്യാം. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നടുക്കൊരു ഹോള് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ തിരിച്ചും വെച്ചൊരു ഹോള് കൊടുക്കുന്നുണ്ട്. ഹോട്ടലിലൊക്കെ അവരത് ഒരു കൈ കൊണ്ട് ഷേപ്പ് ചെയ്യണം കേട്ടോ. ഒന്ന് സൈഡൊക്കെ വടയുടെ ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ കൂടുതൽ തിളച്ച് പോകണ്ട കേട്ടോ, സ്മോക്കിംഗ് പോയിൻ്റൊന്നും ആയി പോകണ്ട, അതിന് മുമ്പേ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എടുക്കാൻ നേരത്ത് മാത്രം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് എടുത്താൽ മതി. ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം പെട്ടെന്ന് കളറ് മാറും, ഉള്ളിൽ വേകാതെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുക്കി പൊരിച്ചെടുക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പിന്നെ ബാക്കി എണ്ണ ഉപയോഗിക്കാനൊരു പ്രോബ്ലം വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മുക്കി പൊരിക്കുകയാണെങ്കിൽ ഷേപ്പിനൊന്നും ഒരു വ്യത്യാസം വരില്ല, കറക്റ്റ് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഞാൻ ആ 3 എണ്ണവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ബാക്കിയുള്ള 2 എണ്ണവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഇത്രയാണ് ചെയ്യാൻ പറ്റിയത്. ആദ്യം ഇട്ടത് ആയിട്ടുണ്ട്, നമ്മളപ്പോൾ അത് എടുക്കുവാണ് കേട്ടോ. എടുക്കാൻ നേരത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ, അപ്പോൾ എണ്ണ അധികം കുടിക്കില്ല. ഇനി 2 എണ്ണവും കൂടി ആവാനുണ്ടല്ലോ, അപ്പോൾ ഫ്ലെയിം വീണ്ടും മീഡിയത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആകുമ്പോൾ നമുക്ക് കൂട്ടി വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. സാധാരണ ഉഴുന്നുവട ചില ആൾക്കാർക്കെങ്കിലും ഇഷ്ടമില്ലാതെ ഉണ്ടാവും. ഉഴുന്നിൻ്റെ ആ ചുവ ചിലപ്പോൾ ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.